നമസ്കാരം. ഇന്നത്തെ സാറിൻ്റെ പ്രഭാഷണ വിഷയം ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളെ കുറിച്ചാണ്. സാറ് ഒരു പൂജാരി കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് ഈ വക മന്ത്രങ്ങളെല്ലാം സാറിന് ബൈഹാർട്ടാണ്. സാറിൻ്റെ മന്ത്രാലാപനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം ഏതോ ഒരു മാന്ത്രിക ലോകത്ത് എത്തിപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. പൂജകളെക്കുറിച്ച് കുറേയൊക്കെ ഞാൻ സാറിൻ്റെ ചേട്ടൻ ശ്രീനിവാസൻ സാറിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സാറിനെ ജ്യോതിഷം പഠിപ്പിച്ച തിരുവനന്തപുരത്തെ മുത്തുസ്വാമിയുടെ തന്ത്രശാസ്ത്ര പ്രവേശിക എന്നൊരു പുസ്തകം സാർ എനിക്ക് വരുത്തി തന്നു. അതും പോരാഞ്ഞിട്ട് ഈ ഗുരുവായൂരെ തന്ത്രിമാരും SNDPയിലെ ശ്രീധരൻ തന്ത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരുടെ സംശയങ്ങൾ തീർത്തു പോകാറുള്ള അഡ്വക്കേറ്റ് ആത്രശ്ശേരി അഗ്നിശർമ്മൻ തിരുമേനിയും കൂടി എന്നെ സഹായിക്കാം എന്നേറ്റു. സാറിൻ്റെ പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ മന്ത്രങ്ങളൊക്കെ അതിനകത്ത് സന്ദർഭോചിതമായിട്ട് ചേർത്തത്. അത് മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങളിൽ കടുകിട വ്യത്യാസം വരുത്താൻ അനുവദിക്കാത്ത തന്ത്രി പുലിയന്നൂർ ശശി തിരുമേനിയുടെ പൂജകൾ സാറിൻ്റെ ഈ മന്ത്രത്തോടൊപ്പം എഡിറ്റ് ചെയ്ത് ചേർക്കുക എന്നുള്ളത് ഒരു വല്ലാത്ത വിഷമം പിടിച്ച കാര്യം തന്നെയായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു വിധം ചെയ്തു തീർത്തു എന്നേ പറയാൻ പറ്റൂ. ഇത്രയെങ്കിലും ഈ വീഡിയോ പറ്റി ഇന്നിവിടെ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം സാധാരണക്കാർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഇന്ന് ഇവിടെ ഇത് അവതരിപ്പിക്കാൻ കാരണം. നമുക്ക് സാറിൻ്റെ തുടർന്നുള്ള വീഡിയോ കാണാം. ഈ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്ന ശില അത്യുജ്വലമായ ചൈതന്യത്തോടു കൂടിയുള്ളതായിരിക്കണം. സ്ത്രീ വിഗ്രഹങ്ങൾ, ദേവിയുടെയും സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ ശിലയിൽ കൊത്തിയുണ്ടാക്കി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ സ്ത്രീ ശിലയാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ പൗരുഷ ചൈതന്യമുള്ള, പുരുഷ ചൈതന്യമുള്ള വിഗ്രഹങ്ങളാണ് സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും ശിവന്റെയും വിഷ്ണുവിന്റെയും വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ പുരുഷ ശില ഉപയോഗിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഈ വിഗ്രഹങ്ങൾക്ക് നൽകുന്ന രൂപചൈതന്യം ഇന്ന് ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ചില വിഗ്രഹത്തിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അതിനാകിരണവും വികിരണവും ചെയ്യാൻ സാധിക്കുന്ന ഊർജത്തിന്റെ നിലവാരം എത്രയാണെന്നും വ്യക്തമാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ശില ഉപയോഗിച്ച് വിഗ്രഹം നിർമ്മിക്കുമ്പോൾ മാത്രമാണ്. ആ ശില എത്ര ഉയരത്തിലും എത്ര വീതിയിലും എത്ര വ്യാപ്തത്തിലും ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വരുന്ന തന്ത്രിയുടെ പ്രത്യേകതയും അറിവുമനുസരിച്ച് തന്നെ വേണം. അത് ഏറ്റവും ഉജ്ജ്വലനായ ഒരു ശില്പിയുടെ കയ്യിൽ നിന്ന് വേണം അതിന്റെ നിർമ്മാണവും. നിർമ്മാണത്തിന് ശില സ്വീകരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരകർമ്മങ്ങളുണ്ട്. നാം നമ്മുടെ വീട് വയ്ക്കുമ്പോൾ നടത്തുന്ന ചൈതന്യവത്തായ എല്ലാ ആചാരങ്ങളും ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന വ്യക്തിക്ക് ലഭിക്കേണ്ട നന്മകളുടെ പര്യായങ്ങളായി തീരണമെന്ന പ്രാർത്ഥനയോടുകൂടി നടത്തുന്നത് പോലെ തന്നെയാണ് ഒരു ശിലാവിഗ്രഹം. ആ വിഗ്രഹത്തിന്റെ അടിസ്ഥാനപരമായ രൂപവും ശിലയും ചൈതന്യത്തെ സ്വീകരിക്കുകയും റീറ്റെയിൻ ചെയ്യുകയും വികിരണം ചെയ്യുകയും ചെയ്യുവാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ക്ഷേത്ര പ്രതിഷ്ഠ ഏറ്റവും ഉജ്ജ്വലമായ സമയത്താകണമെന്ന് പറയാൻ കാരണം, ഏറ്റവും ഉജ്ജ്വലമായ സമയത്ത് ജനിക്കുന്ന ശിശുവിന് ജാതകവശാൽ നല്ല നല്ല അനുഭവയോഗ്യങ്ങളായ കാര്യങ്ങൾ അനുഭവിച്ച് അറിയുവാനും അനുഭവിക്കുവാനും യോഗ്യത ലഭിക്കുന്നത് പോലെ പ്രതിഷ്ഠാശില, പ്രതിഷ്ഠാസമയം, പ്രതിഷ്ഠാക്ഷേത്രം ഇവയെല്ലാം സമ്പൂർണമാകുമ്പോഴാണ് ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ചൈതന്യം പകരുവാൻ ഒരു സ്രോതസ്സായിട്ട്, ഉജ്ജ്വലമായ സ്രോതസ്സായിട്ട് വർത്തിക്കുവാൻ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിനും സാധിക്കുന്നത്.
അപ്രകാരമുള്ള ക്ഷേത്രത്തിൽ നിന്ന് മാത്രമേ 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അളവിൽ ഊർജം വികിരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഊർജം വികിരണം ചെയ്ത് ഭക്തജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത്രയും തന്നെ ഊർജം സ്വീകരിക്കാനുള്ള കഴിവും ആ വിഗ്രഹത്തിനുണ്ടായിരിക്കണം. ആ വിഗ്രഹത്തെയാണ് ഏറ്റവും ഉജ്ജ്വലമായ ക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരർത്ഥത്തിൽ ക്ഷേത്രം ചെറുതാണെങ്കിലും മൂർത്തിയുടെ ചൈതന്യം വലുതാണ് എന്ന് പറയണമെങ്കിൽ ആ വിഗ്രഹത്തിന് ഈ ഉജ്ജ്വലമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. ആ ക്ഷേത്രത്തിന്റെ മഹത്വം മുഴുവനും അടിസ്ഥാനമായിരിക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായ പ്രധാന വിഗ്രഹത്തെയും ഉപദേവതകളുടെ പ്രതിഷ്ഠകളെയും അനുസരിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് വിഗ്രഹം ഉജ്ജ്വലമായാൽ മാത്രം പോരാ, നിത്യവും അതിലേക്ക് ഊർജം പകരുന്ന വ്യക്തിയാണ് അവിടുത്തെ പൂജാരി. ആ പൂജാരിക്കും ചൈതന്യമുണ്ടായിരിക്കണം. ഗുരുസ്ഥാനീയരായിട്ടിരിക്കേണ്ട, ക്ഷേത്ര വിഗ്രഹത്തിന്റെ പിതൃസ്ഥാനത്തിരിക്കേണ്ടതായ പൂജാരിമാരില് മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ചൈതന്യത്തിലൂടെയും നിരന്തരമായ ധ്യാനത്തിലൂടെയും അഗാധമായ ആത്മീയ പ്രസരണ ചൈതന്യ ശക്തി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്രകാരം ശക്തിയുള്ള പൂജാരികളിൽ നിന്നാണ് ഈ ചൈതന്യം ഷോഡശ ഉപചാര പൂജാകർമ്മങ്ങളിലൂടെ നിരന്തരമായി വിഗ്രഹത്തിലേക്ക് പോകേണ്ടത്. ആ വിഗ്രഹത്തിൽ നിന്നാണ് അതിന്റെ മുമ്പിൽ തൊഴുവാൻ വരുന്ന, പ്രാർത്ഥിക്കുവാൻ വരുന്ന, ധ്യാനിക്കാൻ വരുന്ന ഭക്തജനങ്ങളിലേക്ക് അത് പ്രവേശിക്കേണ്ടത്.